നിങ്ങൾ കൊടുക്കണം. അതിനെ ഏറ്റവും എതിർത്ത ആള്, അതായത് പുരുഷ കമ്മീഷൻ ബില്ലിനെ ഏറ്റവും എതിർത്ത ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോടാ പറഞ്ഞത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പുരുഷ കമ്മീഷൻ ബില്ലിന്റെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് ശ്രീ വി ഡി സതീശനോട് ഞാൻ പറഞ്ഞാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ് ഏറ്റവും എതിർത്തത്. ഞാൻ പറഞ്ഞു ഇപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് ആൾക്കാർക്ക് ഇതിന്റെ ഇഷ്യൂ മനസ്സിലാകും. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നാളെ മുകേഷ് എന്നെ ദുബായിൽ നിന്ന് കണ്ടതുപോലെ ഒരു ചോദ്യം നിങ്ങളോടായിട്ട് ചോദിക്കാം. ഞാൻ നെഗറ്റീവായി പറയല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നാളെ ഇതേപോലൊരു വ്യാജ പരാതി വന്നാലേ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും? പെട്ടെന്ന് നമ്മൾ അസ്പർശ്യനാവും, പെട്ടെന്ന് നമ്മൾ അൺടച്ചബിൾ ആവും, പെട്ടെന്ന് നമ്മുടെ ഫോൺ വിളിച്ചാൽ സുഹൃത്തുക്കൾ എടുക്കാതാവും, പെട്ടെന്ന് നമ്മൾ വിളിച്ചാൽ പിന്നെ എന്തെങ്കിലും ഭാര്യയും തൊല്ലയാവും, ഇവൻ പ്രശ്നക്കാരനാകുമോ? ഇത് നാളെ നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന മനസ്സിലാവും. എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല, അവർ ചിലപ്പം കുറച്ച് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, ജീവിതത്തിലെ വേദന കൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ അഥവാ വിദേശ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെ കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ അക്യൂസ്ഡിന്റെ പേരും വിക്ടിം പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഉണ്ടാകണം. അക്യൂസ്ഡിന്റെ പേരും ശരിക്കും കംപ്ലൈന്റന്റ് എന്നാണ് വിളിക്കേണ്ടത്. പക്ഷെ ഇന്ന് കോടതി വിധികളും മറ്റും തീർച്ചയായിട്ടും വിളിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിജീവിത എന്നൊക്കെയാണ്. ശരിക്കും അതിജീവിത എന്നൊരു ടെർമിനോളജി ഇല്ല, ഇരാന്നൊരു ടെർമിനോളജി ഇല്ല. കംപ്ലൈന്റന്റ്, പരാതിക്കാരി അല്ലെങ്കിൽ ആവലാതിക്കാരി എന്നാണ് പോലീസുകാർ എഴുതുന്നത്. കോടതിയുടെ ഭാഷയിൽ പരാതിക്കാരി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, പരാതിക്കാരിയെ നിങ്ങൾ ഇരയെന്നും അതിജീവിതയെന്നും പറയുമ്പോൾ ഓൾറെഡി കേസ് പ്രജുഡിസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓൾറെഡി അവർക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞു എന്നാണ്. പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ, സ്ത്രീപക്ഷ നിലപാടിന്റെ കാര്യമായി പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മറുഭാഗത്ത് പുരുഷനെ വേട്ടക്കാരന് വിളിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ നമുക്ക് കാണിക്കണം. അതുകൊണ്ട് അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം ചില രാജ്യങ്ങളിൽ എക്സും വൈയും എയും ബിയും എന്നൊക്കെയാണ് ഇടുന്നത്. അതായത് അതിജീവിതയുടെ പേര്. ശ്രീ ദിലീപിന്റെ കേസിൽ അതിജീവിത വളരെ ജെനുവിനാണ്, കാര്യം അവർക്ക് അക്രമം നേരിട്ടതാണ്. ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ ഡ്രാഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അക്യൂസ്ഡിന്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ വ്യാജ പരാതിയിലൂടെ കരിയർ, സമ്പാദ്യം, ജീവിതം തകർന്ന അവസ്ഥയിൽ പല വ്യക്തികളും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എത്തുകയും ചെയ്യും. നാളെ അത് നമ്മുടെ മകൻ, അച്ഛൻ, സഹോദരനാകാം. നിരപരാധിയെങ്കിൽ അവനൊപ്പവും അവൾക്കൊപ്പവും എന്ന് പറയുന്നത് പോലെ അവനൊപ്പവും നമ്മൾ നിൽക്കണം. രാജ്യസഭയിൽ ശ്രീ അശോക് കുമാർ മിത്തൽ പുരുഷ കമ്മീഷൻ ബിൽ 2025 അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സ്പീക്കറിന്റെ അനുമതി കിട്ടിയിട്ട്, ഞാൻ ഈ പറയുന്നത് പ്രൊസീജിയറാണ്, സ്പീക്കറിന്റെ ശ്രീ ഷംസീറിന്റെ അനുമതി കിട്ടിയിട്ടും ഇപ്പോഴും ബിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾ മാധ്യമങ്ങൾ എന്തു പറയുമെന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർക്ക് പേടിയുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ആ ആൾക്കാരെ അറിയാം, അവരോട് ചോദിക്കാമല്ലോ. സ്പീക്കർ അനുമതി കൊടുത്തു, സ്പീക്കർ പ്രസന്റ് ചെയ്യാൻ ഡേറ്റ് കൊടുത്തു, ബില്ലായി. നിയമസഭ 246 ബില്ല് എല്ലാ 140 MLA മാർക്കും കോപ്പി കൊടുത്തു. ഇതുവരെ അവതരിപ്പിക്കാൻ പറ്റാത്തത് നിങ്ങൾ മീഡിയക്കാർ അവരെ സ്ത്രീ വിരോധികളായി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ചാൽ